UDF നടത്തുന്ന ഈ പുതുയുഗയാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എനിക്ക് ഒരു കാര്യം മാത്രമാണ് ഇവിടെ ബോധിപ്പിക്കാനുള്ളത്, ഒരു അപേക്ഷയായിട്ട് അവതരിപ്പിക്കാനുള്ളത്. അതിന് നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക തലത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പല വർഷങ്ങളായിട്ട് ഇതിൻ്റെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ വിൻസെൻ്റ്, IP പോൾ തുടങ്ങിയവർ ചേർന്ന് ഒരുപാട് കാലമായിട്ട് പ്രയത്നിച്ചു. പക്ഷെ നടത്താൻ പറ്റിയിട്ടില്ല. മറ്റൊന്നുമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ, നമ്മളെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സംസ്കാരം, അതിലൂടെ നമ്മുടെ കലാരംഗം. അപ്പം കലാരംഗത്തിന് വലിയൊരു ഹോൾഡ് ഉണ്ട്, ഇതിൽ കൈയുണ്ട്. തൃശ്ശൂരിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കലാകാരൻ ഇന്ന് നമ്മളോട് കൂടിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ, ഒരു 100% സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. വെറും പാട്ടുണ്ടാക്കലല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മറ്റെല്ലാം കൊണ്ടും ഒരു 100% സിനിമ സംഗീത സംവിധായകൻ. അദ്ദേഹം നമ്മൾ വേർപിരിഞ്ഞ് പോയിട്ട് 15 വർഷമാകുന്നു. ഞങ്ങൾ അന്ന് മുതലേ അന്ന് ഈ ജോൺസന്റെ മരണത്തോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അന്ന് വളരെ സഹായം ചെയ്ത, എത്രയോ പൈസ അതിനുവേണ്ടി നൽകിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ എല്ലാം കൂടെയില്ല, നമ്മുടെ പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, സ്നേഹം നിറഞ്ഞ നമ്മളുടെ ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹം എനിക്ക് വളരെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് കഴിയാവുന്നിടത്തോളം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോഗ്രാം, ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രോഗ്രാം നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നതെന്ന്. സിനിമ ഇൻഡസ്ട്രിയിലുള്ള 100% ആൾക്കാരും, ആക്ടേഴ്സ്, സിംഗേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ, എല്ലാവരും. അപ്പം ഞാൻ എന്തിനത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രാധാന്യമാണ്. അപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കുട്ടേട്ടൻ പറഞ്ഞ പോലെ കലയുടെ ആ ഒരു നാടാണ് നമ്മുടെ കേരളം, തൃശ്ശൂർ പ്രത്യേകിച്ച്. അപ്പം നമുക്ക് തൃശ്ശൂരില്ലാത്തത് ഒരു മ്യൂസിക് അധിഷ്ഠിതമായ ഒരു അക്കാഡമി നമുക്കിവിടെ വളരെ അത്യാവശ്യമാണ്. അതും ജോൺസന്റെ പേരിൽ. ഏതൊരു അക്കാഡമിക്കും ഒരു പേര് കൊടുക്കണമല്ലോ. ഇപ്പം നമ്മൾ ജോൺസൺ ട്രസ്റ്റ് കുറേ കാലമായിട്ട് നടക്കുന്നു. പക്ഷേ ജോൺസൺ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ് ഇതുവരേക്കും മലയാളത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും 100% എന്ന് ഞാൻ പറയും, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും അങ്ങനെ ഒരു മ്യൂസിക് അക്കാഡമി ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചാൽ തൃശ്ശൂർക്കാരുടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കുണ്ടാകും, സ്നേഹമുണ്ടാവും. താങ്ക് യു സോ മച്ച്. ജോൺസന്റെ പേരിലുള്ള ഒരു മ്യൂസിക് അക്കാഡമി തൃശ്ശൂരിൽ വേണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ അതുണ്ടാവും, അത് ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ചു പോവാം.